നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അടുത്ത വർഷം മുതൽ ഫിഫ കലണ്ടറിൽ ഒരു ഫിഫ സൂപ്പർ ഡേറ്റ് ഉണ്ടാകും. നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നമ്മൾ കേട്ടിരുന്നതാണ്. ഇപ്പോൾ കൺഫേംഡ് ആണ് സംഭവം. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഒരു വർഷം 5 ഫിഫ ഡേറ്റുകളാണുള്ളത്. എന്ന് പറഞ്ഞാൽ 5 ഫിഫ വിൻഡോകളാണുള്ളത്. മാർച്ചിൽ, ജൂണിൽ, സെപ്റ്റംബറിൽ, ഒക്ടോബറിൽ, നവംബറിൽ. ഓരോ വിൻഡോയും നീണ്ടു നിൽക്കുന്നത് 9 ദിവസത്തേക്കായിരിക്കും. ഈ 9 ദിവസത്തിനുള്ളിൽ ഒരു ടീം 2 മത്സരങ്ങൾ കളിക്കും. ഇതാണ് രീതി. ഇതിന് മാറ്റം വരാൻ പോകുന്നു. 2026 മുതൽ ഫിഫ ഡേറ്റുകൾ 5 എണ്ണം, ഫിഫ വിൻഡോകൾ 5 എണ്ണം എന്നുള്ളതിന് പകരം 4 എണ്ണമായിട്ട് ചുരുങ്ങും. പക്ഷെ അതിലൊന്ന് 16 ദിവസത്തേക്കായിരിക്കും. അതായത് 2 ഫിഫ ഡേറ്റുകൾ കൂടി ക്ലബ് ചെയ്യപ്പെടുകയാണ്. 2 ഫിഫ വിൻഡോകൾ ക്ലബ് ചെയ്യപ്പെടുകയാണ്. കൃത്യമായി പറഞ്ഞാൽ പുതിയ ഫോർമാറ്റ് ആദ്യം മാർച്ചിൽ, 2026 മാർച്ചിൽ ഫിഫ ഡേറ്റ് ഉണ്ടാകും 9 ദിവസം. ജൂണിൽ ഫിഫ ഡേറ്റ് ഉണ്ടാകും, ഫിഫ വിൻഡോ ഉണ്ടാകും 9 ദിവസം. പക്ഷേ വേൾഡ് കപ്പാണ്, അപ്പോൾ ജൂൺ ജൂലൈ ആയിട്ട് അത് അങ്ങനെ പോകും. ഈ വർഷം 2026 ഒരു എക്സെപ്ഷൻ എന്താണെന്ന് വെച്ചാൽ വേൾഡ് കപ്പ് ഉള്ളത് കൊണ്ടുള്ളതാണ്. അത് കഴിഞ്ഞ് സെപ്റ്റംബറിൽ 9 ദിവസം, ഒക്ടോബറിൽ 9 ദിവസം എന്നുള്ളത് 2 കൂടി ക്ലബ് ചെയ്യും. സെപ്റ്റംബർ ആൻഡ് ഒക്ടോബർ ഒറ്റ ഫിഫ വിൻഡോ ആയിരിക്കും. 16 ദിവസം നീണ്ടു നിൽക്കും. അതായത് ഒക്ടോബറിൻ്റെ അവസാനം തുടങ്ങി സെപ്റ്റംബറിൻ്റെ തുടക്കം വരെ, അതായത് ഒക്ടോബർ അവസാന ആഴ്ച മുതൽ സെപ്റ്റംബർ ആദ്യ ആഴ്ച വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഒറ്റ ഫിഫ ഡേറ്റ് ആയിരിക്കും ഉണ്ടാവുക. 16 ദിവസം ഉണ്ടാകും. ടീമുകൾ 4 മത്സരങ്ങൾ കളിക്കും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനെയാണിപ്പോൾ സൂപ്പർ ഫിഫ ഡേറ്റ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ നവംബറിൽ പതിവ് പോലെ 9 ദിവസത്തെ ഒരു ഫിഫ വിൻഡോ ഉണ്ടാകും. ഇതാണ് അടുത്ത വർഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ലീഗുകൾ എന്ന് പറഞ്ഞാൽ ബ്രസീലിലെ ലീഗ്, അർജന്റീന ലീഗ്, MLS, ഇതൊക്കെ യൂറോപ്യൻ ലീഗുകളെ പോലെ ഓഗസ്റ്റിൽ തുടങ്ങി അടുത്ത മെയ്യിൽ അവസാനിക്കുന്ന തരത്തിലല്ല. അത് ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആരംഭിച്ച് ഡിസംബറിൽ അവസാനിക്കുന്ന രൂപത്തിലാണ്. ഫിഫ വിൻഡോയുടെ സമയത്ത് അങ്ങനെ നിർത്തിവെക്കാറില്ല. അപ്പോൾ ഇവിടെ 16 ദിവസത്തെ സൂപ്പർ ഫിഫ വിൻഡോ വരുമ്പോൾ ബ്രസീലിയൻ ലീഗും അർജന്റീന ലീഗും ഒക്കെ നിർത്തിവെക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ. ബാക്കി കാര്യങ്ങൾ വഴിയെ ഒഫീഷ്യലായി വരുമ്പോൾ നമുക്ക് നോക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ വരാം.